നാടൻ പീച്ചിലാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 2-3 പറിച്ചെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പറിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ കൈകൊണ്ട് ഞെക്കിയാൽ ഞെങ്ങുന്ന പരുവത്തിന് നമ്മൾ പറിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്കത് കറി വയ്ക്കാനായിട്ട് കൊള്ളത്തില്ല. പിന്നെ അതേ നമുക്ക് ഒരു പടവലങ്ങയും കൂടി ഉണ്ട്. അത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചാക്കിൽ നട്ട മധുരക്കിഴങ്ങ് കേട്ടോ. ഇത് മുകളിലും നമ്മൾ സൈഡ് വഴിക്കൊക്കെ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. അതിൻ്റെ വള്ളികളാണ് കേട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സവോള നട്ടിരുന്നു. ആ സവോള ദേ കണ്ടോ, ഇതിപ്പോൾ ദേ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ ഉള്ളി പോലെ 5 ഉള്ളി കണ്ടോ. ഇത് നമ്മൾ അന്ന് നട്ട് കൊടുത്ത പാലച്ചീരയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വളം കൂടി ഇട്ട് ഒന്ന് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ടൊമാറ്റോ ആണ് കേട്ടോ. ചെറിയ ടൊമാറ്റോയിലെല്ലാം നല്ല രീതിയിൽ നമുക്ക് ടൊമാറ്റോസ് ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ കൊല കുത്തിയാണ് ഉണ്ടാവുക. ഇതുപോലെ വള്ളി കെട്ടിക്കൊടുത്ത് നമ്മളൊന്ന് നിവർത്തി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ച വെണ്ടവിത്തുകൾ നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കായ്കളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് വിളവെടുക്കാം. ഇത് മൂത്ത് പോയേ. അത് നമ്മളിനി പറിച്ചെടുത്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അത് വിത്തിനിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ചാക്കിൽ നട്ട് കൊടുത്ത ചേനയാണ് കേട്ടോ. നമ്മളൊരു 10 ചാക്കിൽ സൈഡ് വഴി ചേന നട്ട് കൊടുത്തില്ലേ, ആ ചേന ദേ ഇതുപോലെ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഓൺലൈനായിട്ട് ഓൾ ദാറ്റ് ഗ്രോസിൻ്റെ പേജിൽ നിന്ന് വാങ്ങിച്ച വിത്താണ്. ഇതും പീച്ചിലാണ് കേട്ടോ. പീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതേപോലെയാണ് കേട്ടോ പീച്ചിരിക്കുക. പിന്നെ ദേ ഇവിടെ കണ്ടോ മുകളിലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്.